മാങ്ങ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? പഴയ പാട്ട് പോലും ഉണ്ടല്ലോ, മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് നീ. അപ്പോൾ അതിപ്രശസ്തമായ ഒരു മാമ്പഴമാണ് ഹരിബംഗ മാങ്ങകൾ. ഇത് ബംഗ്ലാദേശിലുണ്ടാവുന്നതാണ്. മുഹമ്മദ് യൂനിസ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് മാമ്പഴത്തിൻ്റെ ഒരു വലിയ കൂട്ടം, 1-2 കിലോ ഇല്ല, 1000 കിലോ ഹരിബംഗ മാങ്ങ കൊടുത്തയച്ചിരിക്കുകയാണ്. ഹരിബംഗ മാംഗോസ് ഒരു ഡിപ്ലോമസിയാണ്, ഒരു നയതന്ത്രം. ഈ മോദിക്ക് മധുരമുള്ള ഏറ്റവും മഹത്തായ ഏറ്റവും വിശേഷപ്പെട്ട ഹരിബംഗ മാങ്ങകൾ കൊടുത്തിട്ട് ഒരു പ്രത്യേകതരം നയതന്ത്രം തുടങ്ങി വെച്ചത് ഹസീനയാണ്. ഹസീനയെ പുറത്താക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായത്തോടെ മുഹമ്മദ് യൂനിസ് വന്നെങ്കിലും ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം അമ്പയെ തകർന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ചണം പോലും ഇന്ത്യ കൊടുക്കുന്നില്ല, കയറ്റുമതി ഇന്ത്യ വഴി സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇന്ത്യ ബംഗ്ലാദേശിനെ ഒരർത്ഥത്തിൽ ഞെക്കിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 1000 കിലോ മാമ്പഴം യൂനിസ് മോദിക്ക് സമ്മാനമായി കൊടുത്തിരിക്കുന്നത്. വല്ലതും നടക്കുമോ? നടക്കാൻ സാധ്യത കുറവാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് വില കൂടിയ മാമ്പഴാണിത്. നമ്മൾ ഈ അൽഫോൻസോ ഒക്കെ പോലെ. ഞാൻ എല്ലാ ദിവസവും വീട്ടിലേക്ക് വൈകുന്നേരം പോകുന്ന വഴിക്കൊരു മാമ്പഴം മാത്രം വിൽക്കുന്നൊരു കടയുണ്ട്. അവിടെ പലതരം മാമ്പഴങ്ങളുണ്ടാവും. എനിക്ക് ഏറ്റവും അവിടെ ഗുണമുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് വടക്ക് നിന്ന് വരുന്ന മല്ലിക കുറച്ച് നല്ല മാമ്പഴമാണത്. അൽഫോൻസോ ഒക്കെ അവിടെ കിട്ടുന്നതൊന്നും ഗുണമുള്ളതല്ല, പുഴുവൊക്കെ കയറിയതൊക്കെയാണ്. പക്ഷെ ഈ മാമ്പഴം ഗംഭീരമായിട്ട് തോന്നാറുണ്ട്. ഈ വടക്കൻ ബംഗ്ലാദേശിൽ, നോർത്തേൺ ബംഗ്ലാദേശിൽ പ്രത്യേകിച്ച് കൃഷി ചെയ്ത് വിളയുന്ന മാമ്പഴമാണ് ഈ ഹരിബംഗ ഈ പറഞ്ഞതുപോലെ. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മമതാ ബാനർജിക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ ത്രിപുരയിലെ മുഖ്യമന്ത്രി മണിക് സഹായ്ക്കും ഇങ്ങനെ മോദിക്ക് അയച്ചതുപോലെ മാമ്പഴം അയച്ചിട്ടുണ്ട്. ഈ മാമ്പഴം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾക്കും അതാണ്. ആരെയൊക്കെ സോപ്പിടണോ അവർക്കൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എല്ലാവർക്കും വിതരണം ചെയ്യാം. ആർക്കൊക്കെ കൊടുക്കണോ? ഇപ്പോൾ കേശവ് കുഞ്ചില്ലേ, RSS ആസ്ഥാനം പുതിയത് വന്നിട്ടുണ്ടല്ലോ, എഴുന്നള്ളിയോ മറ്റോ, അവിടെയും ഒക്കെ വിതരണം ചെയ്യാമല്ലോ. 1000 കിലോ എന്ന് പറയുമ്പോൾ ധാരാളം ഉണ്ടാവും. നാഗ്പൂർ വരെ പോവുകയും വേണ്ട, അവിടെ കൊടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ എല്ലാവരെയും സോപ്പിടുന്നതിന്റെ ഭാഗമാണ്. ഇതൊരു ഡിപ്ലോമസിയാണ്, മാംഗോ ഡിപ്ലോമസി എന്ന് പറഞ്ഞ ഷെയ്ഖ് ഹസീനയുടെ കാലത്തുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അല്ല, മമത ചെയ്യാറുണ്ടല്ലോ. മമത ചെയ്യാറുണ്ട്. നരേന്ദ്രമോദിക്ക് സ്വീറ്റ്സ്, മധുര പലഹാരങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ നമുക്ക് ആ ദുർഗാപൂജ സമയത്ത് ഹിൽസ എന്നല്ലേ മത്സ്യത്തിന്റെ പേര്, അത് നമ്മുടെ ഹിൽസ ഞാൻ നോക്കിയപ്പോ ഹിൽസ നമ്മുടെ മത്തി പോലത്തെ, ഈ ചാള എന്നൊക്കെ കൊച്ചി പറയുന്ന അതുപോലത്തെ ഒരു മീനാണ്. അത് തന്നെയാണ് അവിടുത്തെ പേരാണെന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ബംഗാളികൾക്ക് അതിനോടൊരു താല്പര്യം. അത് ശുദ്ധജലത്തിൽ വളരുന്ന മത്തിക്ക് പോലെയുള്ള മത്തി പോലത്തെ മീനാണ്. അതെന്താണെന്ന് വെച്ചാൽ ബംഗാളിൽ ബ്രാഹ്മണര് മത്സ്യം കൂട്ടും. ഈ സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചക്രവർത്തി, ഈ വിവേകാനന്ദ സ്വാമികൾ വരെ കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ജലപുഷ്പം എന്ന് പറയുമത്രേ. അതെ, ഇതൊക്കെ അവർ കഴിക്കാറുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു പൊതു ആഹാരത്തിന്റെ ഭാഗമാണത്. അതുകൊണ്ട് വെജിറ്റേറിയൻ എന്നൊന്നും വിളിക്കാനുള്ള ആളുകൾ. ഹൽസ നദി മത്സ്യം നമുക്ക് ഈ നവരാത്രി കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, നമ്മൾ ഒരുപാട് ഇറക്കുമതി ചെയ്യാറ് ബംഗ്ലാദേശിൽ നിന്ന് വരണം. അപ്പൊ കഴിഞ്ഞ തവണ യൂനിസ് വന്നു കഴിഞ്ഞപ്പോൾ അത് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഗഡുക്കളായിട്ട് അത് തരാനൊക്കെ സമ്മതിച്ചു, അത് വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ധാരാളം കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയാലേ ഉള്ളൂ. അരി, ഗോതമ്പ്, ഉള്ളി, പഞ്ചസാര, ഇവിടെ നിന്നുള്ള ഭക്ഷ്യ എണ്ണ, കോട്ടൺ, അയൺ, ഇരുമ്പ്, പിന്നെ പെട്രോളിയം, കെട്ടിടങ്ങൾ പണിയാനുള്ള സാമഗ്രികൾ, നിർമ്മാണ വസ്തുക്കൾ, ഇതൊക്കെ ഇവിടുന്ന് പോയാലേ ഉള്ളൂ. ഒരാവശ്യമില്ലാതെ. ഇതെന്താന്ന് വെച്ചാൽ അവിടെ ഈ കടം കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചൈനയുടെ അടുത്ത് പോകും. ഷെയ്ഖ് ഹസീന ആദ്യം ഇവിടെ വരുമായിരുന്നുള്ളൂ വായ്പ മേടിക്കാനായിട്ട്. അപ്പൊ ഇവിടെ വാങ്ങിച്ചിട്ടാണ് അവര് പിന്നെ ബെയ്ജിങ്ങിലേക്ക് പോവുക. ഇതിലിപ്പം മാറ്റം വന്നു. എന്താന്ന് വെച്ചാൽ നമ്മൾ ക്ഷണിച്ചില്ല. അങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ മോദി അങ്ങോട്ട് പോയതുമില്ല. അല്ല, ഇയാളെ എങ്ങനെ ക്ഷണിക്കാനാ? ഇയാള് ഓട് പൊളിച്ചകത്ത് കയറിയവനല്ലേ.
ഇയാള് പ്രധാനമന്ത്രിയല്ല. പ്രധാനമന്ത്രിക്ക് ഇയാളെ കാണാനും പറ്റില്ല. ഇയാളെ കാണാനായിട്ട് വല്ല എൻവോയോ ആരെങ്കിലും ഒക്കെ അയക്കാൻ പറ്റുള്ളൂ. കാരണം പ്രധാനമന്ത്രി പ്രോട്ടോകോൾ അനുസരിച്ച് ഈക്വൽ സ്റ്റാറ്റസ് ഇല്ല. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയൊക്കെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇയാളെ കാണാനായിട്ട് അയക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ അതുകൊണ്ട് ഉപദേഷ്ടാവാണല്ലോ. ഒരു ഉപദേഷ്ടാവിന് പ്രധാനമന്ത്രി ഇങ്ങനെ ബ്രിട്ടനിൽ പോയപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കണ്ടില്ല, കാണാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ആരെയോ അയച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ മറ്റേ ബെയ്ജിങ്ങിൽ പോകുമ്പോൾ അവർ കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ശല്യം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാള്. അതല്ല, കടം മേടിക്കാൻ വരുന്നതല്ലേ. കടം പിന്നെ മുതലാളി കാശ് കൊടുക്കും, നേരിട്ട് വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് കാണുന്നതാണ്. അതെ, കടം കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ പോകുമ്പോൾ 4 പ്രസ്താവന നടത്തണം എന്ന് പറഞ്ഞിട്ട് കാശ് തരത്തുള്ളൂ. പലിശ മാത്രം പോരാ, ഇന്ത്യ 4 ചീത്തയും പറയണം. കഴിഞ്ഞ തവണ വന്നിട്ട് ഇന്ത്യക്കെതിരെ ചീത്ത പറഞ്ഞു. നോർത്ത് ഈസ്റ്റ് പിടിക്കും, ചിക്കൻ നെക്കിന്റെ കാര്യവും മറ്റേ പട്ടാളത്തിന് ലാൻഡ് ലോക്ക്ഡ് ആണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ്. ഞങ്ങളുടെ കയ്യിലാണ് നാവികപ്പടയുള്ളത്, ഞങ്ങളുടെ കയ്യിലൊക്കെ കടലുള്ളൂ. അതെ, കടലുള്ളൂ. യൂണിസിന്റെ അമ്മയച്ചന്റെ വകയല്ലേ. അതെ, അപ്പൊ കടലിൽ ഞങ്ങൾ പോകും. പിന്നെ രംഗ്പൂർ എന്ന് പറഞ്ഞ ജില്ലയിൽ നിന്നാണെങ്കിൽ ഈ ചിക്കൻ നെക്ക് അടുത്താണ്. അവിടെ ISIA അതിന്റെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. പിന്നെ റഹ്മാനി, ജലാലുദ്ദീൻ റഹ്മാനി എന്ന് പറഞ്ഞിട്ട് മറ്റേ നേരത്തെ വ്ളോഗറെയൊക്കെ കൊന്നിട്ടുണ്ട്, പല വ്ളോഗർമാരെയൊക്കെ കൊന്നിട്ടുള്ളൊരു ഭീകരവാദി. അയാളെ പുറത്തിറക്കി വിട്ടു. അയാൾ പിന്നെ പ്രസംഗിച്ചു, ഈ ചിക്കൻ നെക്ക് പിടിക്കും, യുവാക്കളെ നിങ്ങൾക്ക് താല്പര്യമില്ലേ ഇന്ത്യയെ നശിപ്പിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് അയാളും പ്രസംഗം നടത്തി. ഇങ്ങനെ ഇന്ത്യക്കെതിരെ ഒരു നിലപാട്. പിന്നെ ആശുപത്രി രോഗികൾ ഈ ഇന്ത്യയിലേക്ക് വരുന്നതിന് നമ്മൾ വിസയും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മുഴുവൻ തകർന്നു പോയി. റെഡിമെയ്ഡ് വ്യവസായം നമ്മളൊന്നാ നമ്മുടെ നാട്ടിൽ കൂടെ കയറ്റി അയക്കാനും സമ്മതിക്കത്തില്ല, നമ്മൾ മേടിക്കത്തുമില്ല, നമ്മൾ പരുത്തി അയക്കത്തില്ല, ചണം അയക്കത്തില്ല. അതെ. പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് നമ്മൾ കടത്തുന്നുമില്ല, നമ്മൾ ഉപരോധം ഏർപ്പെടുത്തി. ട്രാൻസിറ്റ് പോയിന്റുകളും ഒക്കെ നമ്മൾ അടച്ചു കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്നുള്ള എക്സ്പോർട്ടർമാരും ഒക്കെ നമ്മുടേതായ സ്ഥലങ്ങൾ ധാരാളം അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ട്രാൻസിറ്റ് പോയിന്റ് ആയിട്ട്. എന്നിട്ടാണ് UAE-ക്കൊക്കെ അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിർത്തി. അപ്പോൾ ശരിക്കും ഇപ്പോൾ കൊങ്ങയ്ക്ക് പിടിച്ചിരിക്കുന്ന പോലെയാണ് യൂനിസിൻ്റെയും ബംഗ്ലാദേശിൻ്റെ. ഇതിൻ്റെ ഇടയ്ക്കാണ് അയാൾ പെട്ട് കിടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പട്ടാള മേധാവി അക്കർ ഉസ്സമാനുമായിട്ട് വലിയ പോട്ടി സംഘർഷത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത കൊല്ലം അവസാനം 2026 ജൂണിലോ മറ്റൊക്കെ ഇനി നടക്കുള്ളൂ എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി ആൾക്കെതിരാണ്. കാരണം ഇയാൾ സ്ത്രീ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കമ്മീഷനെ വെച്ചു എന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുന്നു. അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മധുരം കൊടുത്തെങ്കിലും മോഡിയുടെ മനസ്സ് മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അരിവങ്ക മാംഗോസ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അത് മോദിയുടെ അടുത്ത് ഈ വളച്ചിലൊന്നും വെക്കൂല. അല്ല, നല്ല മാമ്പഴമാണ്, തിന്നാം എന്ന് നമുക്ക് വിചാരിക്കാം. അത്രേ നടക്കുള്ളൂ. ഹലാലായിരിക്കുമോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.